നമ്മള് ഡൽഹിയിലെത്തിയിട്ടുണ്ട്. ഡൽഹിയിലെത്തി ബസ് കഴിഞ്ഞിട്ട് നമ്മളെ വണ്ടിക്ക് വേണ്ടിയിട്ട് കാത്തിക്കുന്നതാണ്. അർജീന തീർത്ത് തുടങ്ങിയതാ. ഉണ്ട് ഇവിടെ, എല്ലാവരും ഇവിടെ ഉണ്ട്. റൂമിലെത്തിയിട്ടുണ്ട്. റൂമിൽ നിന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ ഒരു പരുന്തിനെ കാണാം. പരുന്ത് പോസ്റ്റിന്റെ മേലെ എത്താം. പോസ്റ്റിന്റെ മേലെ ഒരു പരുന്ത് തന്നെ. അത് എന്താ സാധനം? ആ പരുന്തിന് 9 മണിക്കാണ് മക്കളെ ഫ്രഷായിട്ട് ചെയ്യാൻ. മക്കളെ സമയം 6-7 മണി ആവുന്നേ ഉള്ളൂ. പിള്ളേർക്കും വന്ന് കടന്നു പോയിട്ടുള്ളൂ. നല്ല സിനിമ ബസ്സൊന്നും മര്യാദയ്ക്ക് ഉറങ്ങാനും പറ്റിയില്ല. വീട്ടുകാർ ഉറങ്ങണം. അപ്പോൾ എന്തായാലും കുളിച്ച് ഫ്രഷായി ഫുഡെല്ലാം കഴിക്കാൻ പോകുമ്പോൾ ഓക്കെ. അപ്പോൾ റെഡിയായി. ഔട്ട്ഫിറ്റ് വൈറ്റ് പർപ്പിളായിരുന്നുള്ളൊരു ഓക്കെ. ഫുഡ് കഴിക്കണം. കുത്തബ് മിനാറിലേക്കാണ് തോന്നുന്നു. ഓക്കെ, അപ്പോൾ അവിടെ എത്തിയിട്ട് വരാം. ബൈ ഗൈസ്. നമ്മൾ ഫുഡ് കഴിക്കാൻ എത്തി. അന്ന് വന്ന സ്ഥലം അപ്പോൾ സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലേക്ക് ഫുഡ് കഴിച്ചിട്ട് വേണം ഫുഡ് കഴിക്കുന്ന വ്ളോഗ് നോക്കിയിട്ടെടുക്കാം. ഗൈസ് ഫുഡ് വന്നിട്ടുണ്ട്. ഇഡ്ഡലിയും സാമ്പാർ ചട്നിയാണ്. ഫുഡ് കഴിച്ച് കഴിഞ്ഞ് ചായ കുടിക്കുന്നു. എടാ എങ്ങനെയുണ്ട്? ഫുഡൊക്കെ ഉണ്ട്. ഫുഡൊക്കെ ഉണ്ട്. ഫുഡ് കഴിച്ചിട്ട് നമ്മൾ അടുത്ത സ്പോട്ടിലേക്ക് പോകണം. വണ്ടി വന്നിട്ടുണ്ട്. എല്ലാവരും കേടുന്നാണ്. ഗൈസ് അപ്പോൾ നമ്മൾ കുത്തബ് മിനാറിൽ എത്തിയിട്ടുണ്ട്. കുത്തബ് മിനാർ എന്ന ലോകത്തിലെ ഏറ്റവും വലിയ ബിൽഡിങ്ങാന്ന് തോന്നുന്നു. കല്ലുകൊണ്ട് ഉണ്ടാക്കി. അങ്ങനെ എന്താ തോന്നുന്നു അറിയില്ല, കട്ടറിയില്ല. ഇപ്പോൾ ഉള്ളിലേക്ക് പോയി നടന്നുകൊണ്ടിരിക്കുന്നത്. മുമ്പിൽ ഫോറിനേഴ്സ് എല്ലാം ഉണ്ട്. ഉള്ളിലൊരു ആർച്ച് പോലെ വരുന്നുണ്ട്. കുത്തബ് മിനാർ. ഇതാണ് കുത്തന്റെ മിനാർ. ഒന്നും കട്ട് ചെയ്യില്ല. ഒന്നും കട്ട് ചെയ്യില്ല. അറിയത്തില്ല, അതേപോലെ വരും. അത് പറഞ്ഞത് ഇതാ ഈ മനുഷ്യനാണ്. ആരാളത് അറിയെങ്കിൽ കമന്റ് ചെയ്യാ. ഹായ്. എടാ ഇതിന്റെ എത്ര അടിയുണ്ട്? എത്ര ചരിത്രം അറിയില്ല. ചരിത്രമില്ല. ഗൂഗിൾ അടിച്ചു നോക്കി നീ പറയണം. ഗൈസ് അറിയുന്നവരെന്ന് വെച്ചാൽ കമന്റ് ചെയ്യും. എനക്കും അറിയില്ല. കെമ്പ ഇതെല്ലാം പഠിച്ചില്ലേ? കെമ്പൊക്കെ അറിയാം. ചോദിക്ക് പെട്ടെന്ന് ചോദിക്ക്. ആദ്യം സന്തോഷം. പെണ്ണിനെയും വിളിച്ചോണ്ട് വരുന്നു. 24 മണിക്കൂറും പെണ്ണിനെ വിളിക്കലല്ല, ഇടക്കിടക്കേ വിളിക്കല്ലോ കേട്ടാ. വ്ലോഗ് കാണുന്ന അർജുൻ സന്തോഷ് ഒന്നും വിചാരിക്കരുത്. അവിടെ എങ്ങനെയുണ്ട് കുത്തബ് മിനാർ കണ്ടിട്ട്? നമ്മളാദ്യം ചെരിഞ്ഞിട്ടാണ് പിന്നെ ചെരിഞ്ഞിട്ടല്ല. അതാ നോക്കട്ടെ ഗൈസ്, ചെരിഞ്ഞിട്ടല്ലേ? ഒരു ചെരിവില്ലേ? പോടാ, ചെരിഞ്ഞിട്ടുണ്ടാ. തിരിയൂലടാ. പക്ഷെ കുത്തബ് മിനാർ ചെരിഞ്ഞിട്ടല്ല. പിന്നെന്താ? സംഭവല്ലേ അതങ്ങ് പുറത്തല്ലേ? 2.5 മീറ്റർ നിർമ്മാണം ഇത് ആരംഭിച്ച കുത്തബ് മിനാർ ഈ ചെരുവുണ്ടാവും. പിന്നീട് അദ്ദേഹത്തിന്റെ മരുമക്കൾ ഇതെല്ലാം ഇംഗ്ലീഷിലല്ല എഴുതിയിട്ടില്ല, തിരിച്ചില്ല. പൂർത്തിയാക്കി. ആരെല്ലാം പൂർത്തിയാക്കി? മിനാറിന് 5 നിലകളുണ്ട്. 5 1 2 3 4 5 നാളല്ലേ കാണുന്നുള്ളൂ. അമ്മോ അലങ്കാര കൊത്തുപണി. ഉള്ളിൽ കയറിയിട്ടാണ്
ഈ കുത്തബ് മിനാർ ഉള്ളിലേക്ക് പോയിട്ട് ഉള്ളിലേക്ക് പോട്ടെ നല്ല നോക്കട്ടെ എന്തെല്ലാം നല്ലത് ഉണ്ട്. ഉള്ളിലത്തെ വ്യൂ ആണിത്. കുത്തബ് മിനാർ ഫോക്കസ് ഒന്നും ഫുള്ള് ബ്ലാക്ക് അടിക്കുന്നുണ്ട് തോന്നുന്നു. വലിയൊരു ആർച്ച് ഇപ്പത്തെ സൈഡിലും കുറെ എന്തെല്ലാം ഉണ്ട്. സൈഡിലേക്ക് ഒരു ഫ്ലൈറ്റ് പോകണം. ഉള്ളിലൊരു തത്തയുണ്ട്. അതാ മൂലൊക്കെ നിന്നിട്ട് കാണുന്നുണ്ടോ? തത്ത അല്ല തൂണൽ നല്ല വർക്ക് ചെയ്തിട്ടുണ്ട്. പഴയ കൊത്തുപണികള് ബെല്ല എഴുന്നേന്ന് കുണ്ടക്ക. ഓക്കെ അങ്ങോട്ടേക്ക് പോവാ. നല്ല അത്യാവശ്യം നല്ല വെയിലുണ്ട്. വെയിലുണ്ട് നമുക്ക് വെയിലത്ത് നോക്കാൻ പറ്റില്ല. കാണാൻ കിട്ടും. ഓക്കെ വെയിലിൽ നോക്കുമ്പോൾ സീനാണ്. കാരണം ചെറിയ ഉണ്ട്. എൻ്റെ പോലത്തെ ഷർട്ട് ഇട്ടൊരു മോനെ കാണിച്ചു തരാൻ. നല്ല മോനെ. അതാ ഇതേ കളർ ഷർട്ട്. എൻ്റെ ഷർട്ടിൻ്റെ കളർ നോക്കി. ഷർട്ടിൻ്റെ കളർ മോൻ്റെ ഷർട്ടിൻ്റെ കളർ നോക്ക്. ഞാനിട്ട ഷർട്ട് നീ എന്തിട്ട് ഞാനിട്ട് ഷർട്ടിന് ഇട്ടിട്ട് കുത്തപ്പ ഫുള്ള് ചുറ്റിക്കറങ്ങി കണ്ട് പുറത്തേക്ക് കഴിഞ്ഞിട്ടുണ്ട്. പോകുന്ന കഴിഞ്ഞിട്ട് അടുത്ത സ്പോട്ടിലേക്ക് ആയിരിക്കും. അപ്പൊ അടുത്ത സ്പോട്ടിൽ എത്തിച്ചല്ലേ വണ്ടിൻ്റെ അടുത്ത് എത്തിച്ചല്ല. ഓവറായിട്ട് എടുക്കുന്നില്ല. ഓവറായിട്ടൊന്നും പറയാതെ അറിയില്ല. എന്താ പറയേണ്ടത്, എന്താ ചെയ്യേണ്ടത് പോലെ ഞാൻ ചെയ്യുന്നുണ്ട്. ഇഷ്ടപ്പെട്ട ജസ്റ്റ് ഒരു കമൻറ്റ് ഇട്ടാൽ മതി. വേറെ ചെയ്യണ്ട, ലൈക്കും ചെയ്യണ്ട, ഒന്നും വേണ്ട. കമൻറ്റ് ഇടുക. എന്തെങ്കിലും നിങ്ങൾക്ക് തോന്നി എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ഇട്ടോ. ഓക്കെ എന്നാൽ അടുത്ത സ്പോട്ടിലെത്തിയിട്ട് കാണാം. ബൈ. നമ്മളപ്പോ ഇന്ത്യ ഗേറ്റിന്റെ രാഷ്ട്രപതി ഭവൻ. രാഷ്ട്രപതി ഭവൻ 7X ഭയങ്കര ഇവിടെയുള്ള കുറച്ചും കൂടി സുഖമാക്കി. രാഷ്ട്രപതി ഭവൻ അവിടെ ഇന്ത്യ ഗേറ്റിന്റെ അടുത്തേക്ക് പോകണം. രാഷ്ട്രപതി ഭവൻ. രാഷ്ട്രപതി ഭവൻ അർജു ഇന്ത്യ ഗേറ്റ് മതിലില്ല പോലും. പിന്നെ ഇങ്ങനെ ഗേറ്റ് ഉണ്ടാക്കുക. ഓക്കെ ഇന്ത്യ ഗേറ്റ്. ഇന്ത്യ ഗേറ്റ്. ഇന്ത്യ ഗേറ്റ് എടാ ഫോക്കസ് ആകത്ത്. ഇന്ത്യ ഗേറ്റ്. ഇന്ത്യ ഗേറ്റ്. അങ്ങോട്ടേക്ക് നടന്നിട്ട് അങ്ങോട്ടേക്ക് പോവാം. ഫുള്ള് പിള്ളേർ സ്കൂൾ പിള്ളേർ എല്ലാം പിള്ളേർ. ഇവിടെയെല്ലാം ഫുള്ള് ഫോട്ടോഗ്രാഫേഴ്സ്. വെറുതെ ഫോട്ടോ എടുത്തിട്ട് നമ്മളെ കാണിച്ചിട്ട് പൈസക്കും മേടിക്കുക. അങ്ങോട്ടേക്ക് പോകാം. നോക്കട്ടെ എവിടെയുള്ള പോകാം. എന്നെ വിളിക്കുന്നത് ഇന്ത്യ ഗേറ്റ്. ഇന്ത്യ ഗേറ്റ് 7X ഇന്ത്യ. ചുമ എന്തിട്ട് മാറുന്നില്ല. രാത്രിയാവുമ്പോൾ നല്ല ചുമയും രാവിലെ ആകുമ്പോൾ കുറയുകയും ചെയ്യുന്നു. നാട്ടിലെത്തിയിട്ട് വേണം പോയിട്ട് കാണിക്കാൻ.
हमारे कैमरे से नहीं चलेगा। ब्रो OnePlus 16 नाइस कैमरा ओके सर DSLR अलग होता है ना, नहीं भाई नहीं व्लॉग में आएगा। नहीं 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 व्लॉग में गाइस आएंगे। ओके 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 बजट चढ़ गया, बजट खराब है, बजट नहीं 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 भैया का बजट खराब है। വല്ലാത്തടക്കാറാ അങ്ങോട്ട് എത്തിയിട്ട് വരാം ഗൈസ്. ഉള്ളി ഇവന്മാര് പിടിച്ചു നിർത്തുമായിരുന്നു. ആദ്യമായിട്ടാണ് ലിബാമല ഇടുന്നത്. അല്ല ആദ്യമായിട്ടല്ല, അങ്ങനല്ല, ട്രിപ്പിനോ അതിന്റെ ലിബാമല ഇടുന്നത്. അറിയില്ല, ഇടാൻ പോലും അറിയില്ല. അങ്ങോട്ടേക്ക് പോക്കാം, അവിടെ എത്തിയിട്ട് നമുക്ക് കാണാം. ഇന്ത്യ ഗേറ്റ് ഇങ്ങോട്ടേക്ക് ഒരു ഫോട്ടോസും കാര്യങ്ങളുള്ള ഇന്ത്യ ഗേറ്റിന് എന്തെല്ലാം എഴുതിയിട്ടുണ്ട്. വായിക്കാൻ പറ്റുകയും വായിച്ചോ. എന്തെല്ലോ വലിയ കുറേ കാര്യങ്ങൾ എന്തെല്ലോ ഉണ്ട്. വായിക്കാൻ പറ്റും. പോസ് ചെയ്ത് വായിക്കുന്നവർ വായിച്ചോ. എന്നാ ഫുൾ മാപ്പാന്ന് തോന്നുന്നു സംഭവം. എന്താ ഉണ്ട് ഓക്കെ, എല്ലാവരും നടക്കുന്നുണ്ട്. ഗൈസ് അടുത്തെത്തി, ഇന്ത്യ ഗേറ്റിന്റെ അടുത്തെത്തിയിട്ടുണ്ട്. ഫോട്ടോ ഇല്ല, അത് അയച്ചു കൊടുക്കണേ. അടി 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 അടി. ഇന്ത്യ ഗേറ്റ് നമ്മളെ ഹൃദയവിന്റെ ബർത്ത്ഡേ ആണ് മാർച്ച് 9. ഹാപ്പി ബർത്ത്ഡേ ബ്രദർ. താങ്ക് യു ബ്രോ. ഓക്കെ, ഉണ്ടൊക്കെ എത്തി. നല്ല വലിയ സാധന. ഓ വലിയ മതിലാണ്. പക്ഷെ മതിലിതാ ഇത് ഗേറ്റാണ്. സോറി മതിലില്ല, ഗേറ്റ് വലിയ ഗേറ്റാണ്. സോറി ഗൈസ്, മതിലില്ല, വലിയ ഗേറ്റ്. ഓക്കെ, അതില്ലാത്ത ഗേറ്റ്. ഇപ്പുറത്തെ കൂടി വഴിയെല്ലാം ഉണ്ട്, ഇപ്പുറം അപ്പുറമല്ലോ. ഇല്ല, വേറെ എന്തെല്ലാം ഉണ്ട്. വെള്ളം വീഴുന്ന എന്തോ ഉണ്ട്. ഓക്കെ, വേറെ പ്രശ്നം എന്തല്ല. ബ്രോ 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 इसमें फोटो अच्छा आएगा. ब्यूटीफुल गर्ल. ब्यूटीफुल. फोटो എടുത്ത് വെച്ചേക്ക് നോക്ക്. Give me her ID. Instagram ID give me. Give me her ID Instagram ID. ഫോൺ നോക്കി ഇതിനകത്ത് എടുത്തു തരുമെന്ന് ഇങ്ങനത്തെ നല്ല ഫോട്ടോസ്. ബ്രോ ദിസ് ഫോൺ നൈസ് ഫോൺ. വിച്ച് ഫോൺ? വിച്ച് ഫോൺ? इसमें मतलब हिंदी, हिंदी नहीं मालूम. हिंदी नहीं मालूम. इंग्लिश ओनली. फोन टाइप, फोन टाइप. फोन का नाम है, फोन का नाम. फोन का नाम सैमसंग गैलेक्सी F17. 17 मीन्स वी हैव सैमसंग गैलेक्सी 24 आता है. 17 आता है ഐഫോൺ. ബൈ. तुम्हारे ഐഫോൺ കാണിച്ചു പഠിപ്പിച്ചു ബംഗാളിയിലെ. പിക്ക് ഒരുത്തിനെ കിടിലം പിക്ക് എടുത്ത് വെച്ചിട്ട് വൈരെ കഴപ്പേ പെണ്ണിന്റെ പിക്ക് കാണിച്ചിട്ട് ഇതേപോലെ എടുത്തരാന്ന് കഴപ്പാണ് ഫോണില്. നേരത്തെ ഇതായിരുന്നു ക്യാമറയായിരുന്നു, ഇപ്പൊ ഫോണിലായി. ആ ക്യാമറയിൽ ഒരുത്ത വയ്യത്തന്നെ വന്നടാ. അല്ല വിടുന്നില്ലടാ. അല്ലട പറയാ ഫോൺ നമ്പർ അത് കൊണ്ടാ ഞാനാ തോന്നി. അയ്യോ അതായിരുന്നു മണി. അത് സല്യൂട്ട് അങ്ങനത്തെ ചങ്ങായി ചകയില് പേര് പറയാ. സർദാർ വല്ലഭായ് പട്ടേൽ അതിന്റെ അയാളല്ല, ഇത് മറ്റോ അംബേദ്കർ. BR അംബേദ്കർ.
അതൊന്നും എനിക്കറിയില്ല. എനക്കും അറിയില്ല, കണ്ടിട്ട് തിരിയുന്നില്ല. സർദാർ വല്ലഭായി പട്ടേലായിരിക്കും. അറിയുന്നവരൊന്ന് കമന്റ് ചെയ്യ്, ഞാൻ ഒന്ന് കൂടി സൂം ചെയ്ത് തരാം. പക്ഷെ വെളിച്ചില്ല, കാണുന്നില്ല, മോൻ കാണുന്നില്ല. അങ്ങനെ എൻജോയ് ചെയ്തിട്ടുണ്ട്. തിരിച്ച് അടുത്ത ഫുഡ് കഴിക്കാനൊക്കെ പോകണം. വെയിലുണ്ടാവുകൊണ്ട് അധികം നിൽക്കുന്നില്ല. തണല് കാര്യങ്ങളെന്ന് പറയാനൊന്നുമില്ല. നല്ല റെസ്ട്രിക്റ്റഡ് ഏരിയ, ഉള്ളിലൊന്നും കയറി ഇരിക്കാനൊന്നും പറ്റൂല. അതുകൊണ്ട് വെയിലുള്ളതുകൊണ്ട് അധികം നേരം നിൽക്കുന്നില്ല. ഫുഡ് കഴിക്കാൻ പോകും. എന്നാലും അത്യാവശ്യം കുറച്ചേരം കറി കണ്ട് അതുകൊണ്ട് ആർക്കും എങ്ങനെയുണ്ട്? ഗേറ്റ് എങ്ങനെയുണ്ട്? ഇന്ത്യ ഗേറ്റ് അപ്പൊ എന്നാ ഫുഡ് കഴിക്കാൻ പോയിട്ട് അവിടെ കാണാം. ഓക്കെ, സ്കൂൾ പിള്ളേരെ ഏതാ ഒച്ചപ്പാട്, സ്കൂൾ പിള്ളേരെ ഏതാ ഒച്ചപ്പാട് ഇതിനുള്ളിൽ. അണ്ണാൻ അണ്ണാൻ അണ്ണാൻകൊട്ടൻ. ഇപ്പുറത്തെ സൈഡില് വന്നത് പ്രാവ് പ്രാവ് കേരള ഹോട്ടലിൽ വന്നില്ല, അപ്പൂസ് ഹോട്ടലില്. ഡൽഹിയിൽ വന്നിട്ട് ഒരു മലയാളത്തിലുള്ള ബോർഡ് കണ്ട്. താങ്ക് യു കേട്ടോ, താങ്ക് യു. ആ മതി മതി. മലയാളീസിനൊക്കെ ഉണ്ട്. ഓ നല്ല പായസം. തിന്നാൻ പോകുമ്പോ ഓരോന്ന് പറയുന്നത്. സന്തോഷമാണ്. നല്ല മെനു ആണ്. മെനു ചിക്കൻ ബിരിയാണിക്ക് 200 രൂപ. മീൽസ് 120. അങ്ങനെ മീൽസ് വന്നിട്ടുണ്ട്. മീൽസ് കുത്തരി ചോറ് കറിയുന്ന കറി വന്നില്ല, സാമ്പാറായിരിക്കും. അല്ല, ഇതെന്നാ കൂട്ടുകറിയാ. ഇതെന്തോ വ്യത്യസ്തമായ കറി. ഇത് നമ്മുടെ നാട് സാധനം. നല്ല ഇഷ്ടം. ഇത് മുമ്പിന് അച്ചാറാ. ഇത് മുമ്പിന് ബീട്രൂട്ടിന്റെ വറവ്, തോരൻ. ആ വറവ് പച്ചടി ഉപ്പില്ല, ഒരു പപ്പടം, പിന്നെ കുത്തരിന്റെ ചോറ് തുടർന്ന് അവീനോട് ചോദിക്കാം നമുക്ക് എങ്ങനെയുണ്ട്, ടേസ്റ്റ് ഉണ്ടോന്ന്. ടേസ്റ്റ് ഉണ്ടാ? കറി ഇട്ടിട്ട് കറി എഴുതുന്നുണ്ട്. ബിരിയാണി വന്നില്ല. ഓംലെറ്റ് അല്ല, ബിരിയാണി വന്നിട്ട്.
ഫുഡ് കഴിച്ച് അടിപൊളി ബിരിയാണി. ബിരിയാണി കഴിക്കാത്തവർക്ക് ഇത് എന്റെ നേരത്തെ പറഞ്ഞത് വീഡിയോ എടുത്തിട്ടാ. നേരത്തെ വീഡിയോ പറഞ്ഞ സത്യം പറയാലോ ചോറിന്റെ വീട്ടില് പക്ഷെ ഞാൻ പറഞ്ഞു അനക്ക് തോന്നി ഞാൻ പറയാം. അനക്ക് ആ പച്ചടിയും പിന്നെ അന്ന് ബീട്രൂട്ട് തോരൻ ഇഷ്ടപ്പെട്ടില്ല, പിന്നെ അച്ചാറും അത് മൂന്നും അടിപൊളി, ഒരു രക്ഷയില്ല. കുറച്ച് ദൂരോട്ട് പോയി കണ്ടു പറയുന്നത്. ഞാൻ പറഞ്ഞു ബിരിയാണി സെറ്റ്. ബിരിയാണി പറയാൻ ചോദിച്ചോ. ബിരിയാണി അല്ലേ ചേ? എങ്ങനെയുണ്ട്? സൂപ്പർ ബിരിയാണി. നമ്മുടെ നാട്ടില് ബിരിയാണി തന്നെ. കഴിക്കാത്തരിക്കോ? ബിരിയാണി കഴിക്കാത്തരിക്കോ? നഷ്ടായില്ലേ? 80 രൂപ കൊടുത്താൽ എന്താണ് ബിരിയാണി? അങ്ങനെയല്ല, ബിരിയാണി കഴിക്കാത്തവർക്ക് നഷ്ടായില്ലേ? ബിരിയാണി കഴിക്കാത്തവർക്ക് എന്താ നഷ്ടം? ആരും പറയാ നവിയല്ല പറയാന്ന്. ഓക്കെ, ഇനി അടുത്ത പരിപാടി വീരപ്പന് സാരംഗു പർച്ചേസ് പോക്ക് വേണ്ടിട്ട് മേടിച്ചു കൊടുക്കുന്നത്. സാരംഗ് പോക്ക് വേണ്ടിട്ട് അത് സാറേ തുറന്നു പറയും. സാറേന് പേടിയില്ല. ചെറിയവന്മാരുണ്ട് കോളേജിൽ നടക്കുന്ന ടീമായിട്ടല്ലോ. നാലെണ്ണം ലൊക്കേഷൻ വിട്ടാലോ? പെണ്ണില്ല, നാലെണ്ണം പറ്റില്ല. നാല് ഗുണ്ട ലുക്കാനും വീരപ്പന് ഇപ്പൊ ശരിയായ പൂക്കിയാന്ന്. മൂന്ന് പങ്ങക്ക് ആരാന്റെ മകക്ക് ആരാന്റെ പെങ്ങൾ പിള്ളേർലാട് എന്തെല്ലോ പർച്ചേസ് ചെയ്ത് നമ്മള് വണ്ടിന്റെ അടുത്തേക്ക് നടന്നു വന്നിട്ടുണ്ട്. ഇരിക്കുന്ന വണ്ടിന്റെ ഉള്ളിൽ കഴിക്കാൻ നമ്മളെ കൂടെ ഇരിക്കും. ഞാനും റവിയും അശ്വിനും. എനിക്ക് ചെറിയൊരു മറവി കൂടുതലാണ്. എന്തെല്ലോ വേടിയല്ലോ പോകുന്നുണ്ട്. അപ്പൊ നമ്മള് സരോജിനി മാർക്കറ്റിലെത്തിണ്ട്. ഫുള്ള് നമ്മളെ തിരക്കാണ്. 50 രൂപയ്ക്ക് ഷർട്ട്. 100 റുപ്യക്കടാ? 100 റുപ്യക്ക് അല്ല, അത് മറ്റേ ഗേൾസിന് ചെറിയ പിള്ളേർ. 50 റുപ്യക്ക് ഷർട്ടും കാര്യങ്ങള്. അല്ല 50 റുപ്യ 100 റുപ്യ. 50 റുപ്യക്ക് എന്തല്ലോ ഗേൾസിന്റെ എന്തല്ലോ 100 റുപ്യ. നമ്മളതൊന്നും നോക്കണ്ട. അത് നമുക്ക് എന്തെങ്കിലും കിട്ടുമോ? അനക്ക് ആവശ്യമില്ല. മാർക്കറ്റിന്റെ ഉള്ളിൽ കയറാൻ പോകാന്ന് നോക്കാം. എന്തെല്ലാം എന്തെങ്കിലും കിട്ടുമോ നോക്കാം. ജാക്കറ്റ് എടുത്ത്, ജാക്കറ്റ് ചങ്ങായിക്കും അനക്കലായിട്ട് ജാക്കറ്റ് എടുത്ത് 3 ജാക്കറ്റിന് എത്രയാ പറഞ്ഞേ? 900 1000 പറഞ്ഞേ. 600 റുപ്യക്ക് മേടിച്ചിട്ടുണ്ട് 3 ജാക്കറ്റ്. വീത ഇടുന്ന് വാച്ച് എടുക്കുന്നതായി. ആയിരിക്കാടാ വാച്ച്? എനക്ക് അച്ഛനാ. രണ്ടാക്ക് ഓരോ അച്ഛനും നോക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ എടുക്കും. നോക്കട്ടെ, നോക്കി കഴിഞ്ഞിട്ട് വരാം ഗൈസ്. ഓക്കെ, ഇല്ലേ ഫോൺ ഉണ്ടാവില്ല. നമ്മൾ ദാസിന്റെ പറഞ്ഞാളാണ്. ചെറിയൊരു സർപ്രൈസ് കൊടുക്കാൻ കേക്കെല്ലാം മേടിച്ചിട്ടുണ്ട്. ചെക്കനെ വിളിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് സർപ്രൈസ് സെറ്റാക്കാം. ദാസം വരുന്നുണ്ട്. കാണിച്ചതാ. ദാസൻ വരുന്നുണ്ട്. ദാസൻ അറിയില്ല കേട്ടോ. ചെറിയൊരു സർപ്രൈസ്, ഒരു പ്രാങ്ക് പോലെ കൊടുക്കുന്നുണ്ട്. നമ്മളെ പിന്നെ ടിക്കറ്റ് കിട്ടിയിട്ടാണ് പാർട്ടി സെറ്റ് ആക്കുന്നുണ്ട്. നോക്കാം നമുക്ക് എന്താവുന്ന അറിയില്ല. പിള്ളേരെല്ലാം വരുന്നുണ്ട്. ദാസപ്പൻ്റെ ഇത് കൊടുക്കാൻ പിള്ളേർക്ക് അറിയില്ലാന്ന് തോന്നുന്നു. പ്ലാൻ മരക്കാരൻ പോയി ഫോൺ വിളിക്കുന്നുണ്ട്. പ്ലാനാണ്. ദാസൻ അവിടെ എന്തെങ്കിലും വർത്തമാനം പറയുന്നുണ്ട്. നോക്കാം നമുക്ക് എന്താവുന്നു നോക്കാം. ഇയാളെ നമ്മൾ ആദ്യം റൂം ഇട്ടില്ല, അയാളെ വെച്ചിരുന്നേ ആ മറ്റേ അലമ്പ് ആയിരുന്നോ? അത് എന്താ മറ്റേ സൗണ്ട് ആയില്ല രാത്രി. അത് ചെറിയ വിഷയമുണ്ട്. അത് 1 ആൾക്കാർ വീഡിയോ കണ്ടിക്കണേ. അപ്പൊ ഓല് ഇങ്ങോട്ട് വരുന്നുണ്ട്.
കേബിൾ നോക്കിയാ ഇപ്പൊ സൗണ്ട് ഇതിന്റെ സൗണ്ട് ഇല്ലായിരുന്നോ അത് നാളെ പോകും സീനായി പോലും എല്ലാം കൊണ്ട് നമ്മളെ വലിക്കുന്ന അടിപൊളി സീനായി കേട്ടോ സീനായി. തീരണമെന്നുണ്ട് ഒരു അവിടെ ക്യാമറ ഹോട്ടലില് അത് അതിന്റെ സീനായി ആൾക്കാരെ കണ്ടീനാണ് ഞാൻ പറഞ്ഞു അവിടുത്തെ ആൾക്കാരെ ഒരു കണ്ടീന്ന് അപ്പൊ തന്നെ കണ്ടീന്ന് ഉണ്ടായിരുന്നു. അങ്ങനല്ല ഓണർ വിളിച്ചിരുന്നു ഓണറും അവിടുത്തെ രണ്ടോ ആൾക്കാരും കൊണ്ട് വരുന്നുണ്ടായിരുന്നു. പോയ ആടുന്നു സർക്യൂട്ട് മൊത്തം പോയിക്കോടാ ആര് ഫ്ലോറിന്റെ ഏതാ ELC മീഡിയ മീഡിയ അതിന്റെ മോനെ ഇന്നോട് ഞാൻ വേണമെങ്കിൽ റൂമിന്റെ പുറമെ ഇറങ്ങണ്ടാവേ പിന്നെ പിടിച്ച് ഇനി ഉണ്ടാവുക ആ വീരപ്പൻ എന്തായാലും ഉണ്ടാവും അവിടെ ഫോൺ വിളിച്ച് പോയിക്കില്ലേ ഇനി എന്തായാലും ഉണ്ടാവും എല്ലാം സീനായി പോയി സീനായി അല്ലാണ്ട് മറ്റൊരു ക്യാമറ ഇങ്ങനെ കറങ്ങിപ്പോയി ഇങ്ങനെ അപ്പാളം കൂട്ടിപ്പോയില്ലേ നല്ല പേടായിരുന്നു എല്ലാരും പഞ്ഞു കൊടുത്തില്ലേ പാലക്കാട് ഞാൻ പറഞ്ഞില്ലേ എല്ലാരും മേടിക്കും പൈസ ഒത്തു കൊടുക്കണം എല്ലാരും അതോ മുറി Happy birthday, Nasa. Happy birthday, Nasa. എനിക്ക് വേണ്ടോ എങ്ങനെയുണ്ടോ അടിപൊളി പ്രതീക്ഷിച്ചില്ല ചെറുതായിട്ടാ ട്രിപ്പ് കഴിഞ്ഞ് തിരിച്ച് നാട്ടിലേക്ക് വരക്കാറ് പോവാതെ വരക്കാറേ താങ്ക് യു ഓക്കെ ബൈ. അപ്പോൾ മരക്കാറ് ശരിയായ ഗൈഡ് എന്ന് പറയാൻ പറ്റില്ല നമ്മളെ ഒപ്പം ചങ്ങായിരപ്പോൾ തന്നെ നമ്മളപ്പോ നാട്ടിലേക്ക് വന്നു ഡൽഹിയിലുള്ള പറയുന്നൊന്നും കേൾക്കുന്നുണ്ടോ അറിയില്ല കേട്ടോ.